അഖില കാണാതെ അകത്ത് എങ്ങനെയെങ്കിലും കയറണം. അല്ലെങ്കിൽ ഇത്രയും നേരം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം വരും. സോറി. ചെല്ല്. ആനന്ദ് കല്യാണിയും കണ്ടെത്തി വരുമ്പോഴേക്കും ഏതായാലും കുറച്ച് വൈകും. അതുവരെ ഇവിടുത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന അത്ര എളുപ്പമല്ല. അഖിലാന്റി റെഡിയായാലുടൻ ആനന്ദിനെ തിരക്കും. അത് ഉറപ്പാ സുബ്ബണ്ണ. അതിനെക്കുറിച്ച് തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ മുറി അടച്ചിട്ടേക്കാണല്ലോ. ആനന്ദേട്ടാ, ആനന്ദേട്ടാ. അരവിന്ദേ, ചതിച്ചു. ജയന്തി. ആനന്ദേട്ടാ, കഥവ് തുറക്ക. ആനന്ദേട്ടാ, ഇവിടെ ഇങ്ങനെ ഒഴിവാക്കും. ഈ മാരണത്തിന് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഒരനക്കം കേൾക്കുന്നില്ലല്ലോ. അയ്യോ, ഇനി കല്യാണിയും കൊണ്ട് ഒളിച്ചോടി പോയി കാണോ? ആനന്ദേട്ടാ, ആനന്ദേട്ടാ. അരവിന്ദേ, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി വിട്. ചെല്ല്. കഥവ് തുറക്ക. ആനന്ദേട്ടാ, ചിലപ്പോ അഖിലാന്റി പറഞ്ഞു വിട്ടതായിരിക്കും. ആനന്ദേട്ടാ. അതായിരിക്കും. സുബ്ബണ്ണ ധൈര്യമായിട്ടിരിക്കും. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ആനന്ദേട്ടാ. എന്താ? അയ്യോ, അരവിന്ദേട്ടനോ? ഞാൻ ആനന്ദേട്ടനെ വിളിച്ചോണ്ടോ വന്നതാ. അയ്യോ സോറിയേ, റൂം മാറിപ്പോയി. ശരിയേ.
ഈശ്വര, ഇങ്ങനെയുണ്ടോ ജന്മങ്ങള്? പോയോ? പോയി. നീ എന്ത് പറഞ്ഞിട്ടു? ഞാനൊന്നും പറഞ്ഞില്ല. അവളൊരു സോറിയും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. സോറി പറഞ്ഞിട്ട് പോയോ? ആ ദേ, നീ ഒരുമാതിരി. ഞാൻ ആനന്ദേട്ടാ, ആനന്ദേട്ടാ, വന്നു മാറി. വീണ്ടും സോറി പറയാനായിരിക്കും നാശം. ഞാൻ ഇന്ന് ആനന്ദേട്ടാ, ആനന്ദേട്ടാ. എന്തടി? പിന്നെ സോറി അരവിന്ദേട്ടാ. ഈ റൂമിൽ അരവിന്ദേട്ടൻ നിന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് അരവിന്ദേട്ടന്റെ റൂമാണെന്ന്. എന്റെ ഒരു കാര്യം. അപ്പൊ ശരി, ഓക്കെ എന്നാ. മാറ്, ഞാൻ ആനന്ദേട്ടനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. മാർക്കേ. ബ്രോ അവിടെ ഒരുങ്ങുന്നതേ ഉള്ളൂ. അതിനെന്താ, മാറ്, ഞാൻ ആനന്ദേട്ടനെ ഒന്ന് കാണട്ടെ. ബ്രോ അവിടെ ഡ്രസ് ചെയ്തോണ്ടിരിക്കും, ഇപ്പൊ കാണാൻ പറ്റില്ല. ബ്രോ അവിടെ ഒരുങ്ങുക. ഒരുങ്ങുന്നതിനെന്താ? ദേ അരവിന്ദേട്ടാ, കല്യാണ ചെക്കന് ഇന്ന് ആദ്യത്തെ വിഷയം എനിക്ക് തന്നെ പറയണം. മാറ് അരവിന്ദേട്ടാ. ജയന്തി, എന്താന്നറിയോ? ഈശ്വര, ഇത് മാറണമായല്ലോ. ബ്രോ ഡ്രസ് ചെയ്യാ, കാണാൻ പറ്റില്ല. അയ്യോ കുഴപ്പമില്ല, ആനന്ദേട്ട വരട്ടെ, ഞാൻ ഇവിടെ തന്നെ നിക്കാം. ജയന്തി, നീ പൊക്കോ, ഇവിടെ കല്യാണത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ കാണില്ലേ. ബ്രോ ഡ്രസ് ചെയ്ത് കഴിയുമ്പോ ഞാൻ നേരെ നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി തരാം. അപ്പൊ നീ വിഷ് പറഞ്ഞേക്ക്. അയ്യോ ഇല്ല ഇല്ല ഇല്ല. ആദ്യത്തെ വിഷയം എനിക്ക് തന്നെ പറയണം. ഇപ്പൊ അതും പറഞ്ഞ് ആനന്ദേട്ടനെ കൂട്ടിയിട്ടേ ഞാൻ പോവും. മാറിക്കേ. അമ്പുസ്വാമിയുടെ പാൽപായസം സമ്മതിച്ചേ പറ്റൂ. ദേ, നാവ് കൂടി ഇറങ്ങി പോകുന്നു. നോക്കട്ടെ. അയ്യോ, ഇത് മുഴുവനും സുബ്ബണ്ണ കുടിച്ചോ? എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയോ? അമ്പലപ്പുഴ പാൽപായസം തോറ്റു അല്ലേ? കറക്റ്റ്, കറക്റ്റ്. ഞാൻ കണ്ടില്ലല്ലോ. ഈ പായസം സദ്യക്ക് തികയൊന്നും എനിക്ക് തോന്നുന്നില്ല. അയ്യോ, പാചകപ്പുരയില് പായസം കുടിക്കാൻ ക്യൂ ആയി. ആനന്ദേട്ട ഒരുങ്ങട്ടെ, ഞാൻ പോയി പാചകപ്പുരയിൽ എന്തൊക്കെയായി നോക്കിട്ട് വരാം. പോയിട്ടോ. എല്ലായിടത്തും നമ്മുടെ കണ്ണെത്തിയിലും കുഴപ്പാ. അതെ അതെ അതെ, കറക്റ്റ് കറക്റ്റ്. ഈശ്വര, പായസം എങ്ങനെ തീർന്നു കാണോ എന്തോ. ഈ നാശങ്ങളൊന്നും നേരത്തെ ഒന്നും പറയത്തൂല്ല. പായസത്തിന്റെ മണം പോലും കിട്ടിയില്ലല്ലോ എനിക്ക്. കട്ടച്ചായ പാൽപായസാക്കിയ ബുദ്ധി സമ്മതിക്കണം സുബ്ബണ്ണ. ഭാഗത്തോട്ട് പോവാം. രക്ഷപ്പെട്ടു. ദേവി, കല്യാണി എന്തോ ആപത്തില്ല. എനിക്ക് അവളെ വേണം. എവിടെയാണെന്നോ എന്താണെന്നോ ഒരു പിടിയുമില്ല. ഇളയമ്മ ഫോണിൽ സംസാരിച്ചത് ഇവിടെ എവിടെയോ നിന്നാണെന്നറിയാം. സഹായിക്കണം. എനിക്ക് അവളെ രക്ഷപ്പെടുത്തണം ദേവി. ദൂരെ ഒരു ഗ്രാമത്തിൽ നിന്ന് ചെമ്പരത്തിയുമായി തൃച്ചെമ്പരത്തേക്ക് വന്നു കയറിയവള കല്യാണി. ചെമ്പരത്തി പൂവിന്റെ നിഷ്കളങ്കതയുള്ള അവളെ എന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചത് ദേവി അറിയാതെയല്ലോ. വിളപ്പുറത്തമ്മയെ സാക്ഷിയായി നിർത്തിയ അവൾ എന്നെ പ്രണയിച്ചതും ഒന്നാകാൻ ആഗ്രഹിച്ചതും. ഇന്ന് എന്റെ അമ്മ തീരുമാനിച്ച മുഹൂർത്തത്തിൽ അമ്മ എടുത്തു തരുന്ന താലി അവളുടെ കഴുത്തിൽ കെട്ടിയിരിക്കുമെന്ന് ഞാൻ വാക്കുകൊടുത്തതാ. എന്നും ദൈവങ്ങൾ മാത്രമാ പാവം കല്യാണിക്ക് കൂട്ട്. കല്യാണി എവിടെയുണ്ടെന്ന് കാട്ടിത്തരണം. ആ കഴുത്തിൽ താലി കെട്ടാൻ അനുഗ്രഹിക്കണം ദേവി.
ആന്റി ജയന്തി, ഗംഗയും ആനന്ദും ഒക്കെ റെഡിയായോ? ഗംഗ റെഡിയായി. ആനന്ദേട്ട അവിടെ മേക്കപ്പ് ചെയ്യുന്നേ ഉള്ളൂ. യോ, ഇത്രയും നേരായിട്ടോ? അല്ല, നീ ആനന്ദിന്റെ റൂമിൽ പോയി നോക്കാതെ വെറുതെ വിളിച്ച് പറയല്ലേ. ആന്റി, ഞാൻ ആനന്ദേട്ടന്റെ റൂമിൽ പോയതാ. അവൻ എന്നെ അകത്തേക്ക് പോലും കയറ്റിയില്ല. ആര്? ആരായിരിക്കും? ആ അരവിന്ദേട്ടന് സുബ്രു. അകത്തേക്ക് കയറണ്ട, ആനന്ദേട്ടന് ഒരുങ്ങുകയാ, ഒരുങ്ങി കഴിഞ്ഞിട്ട് കാണാന്ന്. ആന്റി, ആനന്ദിന് എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് ആനന്ദ് ഇന്ന് എന്റെ മുറിയിൽ വന്നിരുന്നു. അത് ആന്റി അന്വേഷിച്ചാക്കാനാണ് സാധ്യത. GPS വഴി ആനന്ദ് ആന്റിയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ടാവും. ജയന്തി, ആ അവര് നിന്നെ ആനന്ദ് മേക്കപ്പ് ഇടുകയാണെന്ന് പറഞ്ഞ് റൂമിനകത്ത് പോലും കേറ്റിയില്ലെന്നോ? അതെ ആന്റി, ഒന്ന് വിഷ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. എന്തായിരിക്കും? ആന്റി, ആനന്ദ്, ആനന്ദ് കഥക് തുറക്ക്. ആനന്ദേ. എന്തേ? എന്താണമ്മേ? നീ ആനന്ദല്ലല്ലോ, അരവിന്ദല്ലേ? മാറ്, അവനെ വിളിക്ക്. ഇങ്ങനെ തന്നെ ആണല്ലോ ജയന്തി വന്നപ്പോഴും നീ പറഞ്ഞു വിട്ടത്. ഇത്ര സമയം എടുത്ത് ഡ്രസ് ചെയ്യാനേ അവൻ സാരിയും ബ്ലൗസും ഒന്നുമല്ലല്ലോ ഇടുന്നേ. മാറടാ, മാറങ്ങോട്ട്. ദേ, ചേച്ചി എവിടെ ആനന്ദിനെ കൂട്ടിക്കൊണ്ട് വായെന്നും പറഞ്ഞ് ബഹളം വെക്കുക. ഒരുപാട് ചടങ്ങുകൾ ചെയ്യാനുണ്ട്. ഇളയമ്മ ചെന്നിട്ട് ഗംഗയെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴേക്കും ബ്രോ കല്യാണ ഡ്രസ്സിൽ അവിടെ എത്തിയിരിക്കും. നീ ഇങ്ങോട്ട് മാറ്, ഞാൻ അവനെ ഒന്ന് കാണട്ടെ. അതുകൊണ്ടല്ല. അയ്യോ, അകത്തുണ്ടായിരുന്നോ? ആന്റി, ആന്റി പൂജ ചെയ്ത് പ്രസാദം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അതില് ചന്ദനം കാണൂലല്ലേ? ആ, അയ്യോ, അത് താഴെ ഇരിക്കുവാ. അരവിന്ദേ, നീ അവനോട് പെട്ടെന്ന് ഡ്രസ് ചെയ്ത് താഴേക്ക് വരാൻ പറ. അരവിന്ദേ, ഇളയമ്മയ്ക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ടുണ്ട്. ബ്രോ ഒന്ന് പെട്ടെന്ന് റെഡിയാവും. പെട്ടെന്ന് റെഡിയാവും അച്ചു. ആനന്ദ് കല്യാണി കണ്ടെത്തിയൊന്നും അറിയാമല്ലോ. വേഗം വിളിക്കപ്പാ. കല്യാണിയെ ഒരിടത്തും കാണുന്നില്ലല്ലോ. ഇനി കല്യാണി സ്വയം എഴുതിയതാവൂ ആ കത്ത്? ഇല്ല, അതിന് വഴിയില്ല. എന്റെ കല്യാണിക്ക് അതിനാവില്ല. ആഹാ, എന്റെ കെട്ടിയോടിന് ജിമിക്ക് കമ്മലൊക്കെ ഇട്ട് ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ.
ഇത് കല്യാണിയുടെ കമ്മലാണല്ലോ. അപ്പൊ കല്യാണി ഇവിടെ തന്നെ ഉണ്ടാവും. എങ്ങോട്ടാ സാറേ? തടി കേടാവണ്ടേ സാറ് ചെല്ല്. ഈ ഏരിയ അത്ര നല്ലതല്ല. ഞാനും അത്ര നല്ലതല്ല.